ഹെല്ലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശേഷം. മറ്റൊരു പുതിയ ഡീക്കല്ല സോദാ. പിന്നെ നമ്മൾ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കുറേ നാളെ കുക്കിംഗ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ നമ്മൾ. അപ്പോൾ വീഡിയോ പോകും. അപ്പോൾ നമ്മുടെ പാതിമുറത്താണ് നമ്മൾ അടുക്കളയിൽ നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ സംഭവമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മൈദ വെച്ചിട്ടുണ്ട്. അപ്പോൾ നടുവിൽ ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് ആ മുട്ട കൊഴിച്ചു. നന്നായിട്ട് കുഴക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി പൊടിയപ്പാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ കടയിലുണ്ടാക്കണ അതേ ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും നമുക്കൊന്നും ഉണ്ടാക്കാം നമ്മുടെ സംഭവം. ഇപ്പം നമ്മൾ വേറെ 2 സംഭവങ്ങൾ ഇവിടെ ആഡ് ചെയ്യാണ്ട്. ഇത് നമ്മൾ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ അധികം ഇടുന്നില്ല, അപ്പോൾ അളവിനനുസരിച്ച് ഇടാം. അപ്പോൾ ഇത്രയ്ക്കാണ് ഇടുന്നത്. സംഭവം നല്ല പൊങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് സൺഫ്ലവർ ഓയിലാണ്. ഇത്രത്തോളം മതി. ബാക്കി മിക്സ് ചെയ്തിട്ട് വരാണെങ്കിൽ ഒഴിക്കാം. പിന്നെ വെള്ളമാണ് നമ്മൾ ഒഴിക്കണേ. അപ്പോൾ വെള്ളം ഒരു പകുതി ഗ്ലാസ്സാണ് ഒഴിക്കുന്നത്. അതിൻ്റെ നടുക്ക് തന്നെയായിട്ട് ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോകും. ഇപ്പോൾ ഇവിടെ തന്നെ വെച്ചാണ് ഇതിൻ്റെ മിക്സിമം ഇത് അടിക്കുന്നതൊക്കെ. അപ്പോൾ ഇത്തിരി കൂടി നടുഭാഗമൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ് കുഴക്കാനായിട്ട്. ഇത് കുഴച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ല കളർ വരും. അപ്പോൾ നമ്മളിതൊരു ചപ്പാത്തി മാവിൻ്റെ ഇത് എത്തണ വരെ നമ്മൾ അത്യാവശ്യം ഇത്തിരിശ വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ഒന്ന് എണ്ണ തയ്ക്കുകയാണെങ്കിൽ എണ്ണ മാറ്റി എടുക്കണം. അതിനുശേഷം നമ്മൾ 4 മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വെക്കണം. ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം ഇത് നനഞ്ഞ തുണി വെച്ച് അതിനും ഇങ്ങനെ എണ്ണ വെച്ചിട്ടൊന്ന് ആക്കി വിടണം ജസ്റ്റ്. പിന്നെ ഉള്ള തുണിയെടുത്ത് വെച്ച് ഒരു 4 മണിക്കൂർ ഇത് വീർക്കാൻ വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ പൊറോട്ട ആയ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിക്കൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ചിക്കനാണിത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് എടുക്കുന്നത്, അത്യാവശ്യം സൈസ് ഉണ്ട് ഇത്. പിന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ കഴുകിയൊക്കെ എടുത്ത് അതിൽ ഇത്തിരി മൈദപ്പൊടി ഇട്ടുണ്ട്. പക്ഷെ നമ്മളിതാ കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ കുരുമുളക് പൊടിച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതാ നമ്മൾ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ആദ്യം ഇടുന്നതാണ്, വീഡിയോയുടെ ഇടയിൽ കയറുന്നതാണ്. വീഡിയോ അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോയി. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇതാ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിടാം. അപ്പോൾ അതാ ഇതൊക്കെ ഉണ്ടാകും നമ്മൾ മൈദ ഇടുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യണതിലൊന്ന് മാറിപ്പോയി, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. സംഭവയിൽ പിടിക്കാനായിട്ട് നമ്മളൊരു 1.5 മണിക്കൂറാണ് വയ്ക്കുന്നത്. 1.5 മണിക്കൂറുണ്ട, 1.5 മണിക്കൂർ ആ ടൈമിലാണ് വയ്ക്കുന്നത്. ഇത് നന്നായി പിടിക്കണം. അപ്പോൾ കോൺഫ്ലവർ ഇടാണെങ്കിൽ ഇത്തിരി കൂടി നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഇല്ലാത്തതാണ് ഞാൻ ഇടാത്തത്. 4 മണിക്കൂർ നമ്മളൊന്ന് വെച്ച് സംഭവമായിട്ടുണ്ട്. നമുക്ക് ഈ സംഭവം 1.5 മണിക്കൂർ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പൊറോട്ട ആയിട്ടുണ്ട്. അത് നമുക്ക് പൊറോട്ടയുടെ പരിപാടിക്ക് കിടക്കാം. എണ്ണ എടുത്തിട്ട് ആക്കുകയാണ്, എന്നിട്ട് ഉണ്ടയായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടയാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതാ ഉണ്ടയൊക്കെ ആക്കി കഴിഞ്ഞ് പരത്താൻ പോകുന്ന സംഭവം. അതാ കൈൻ്റെ ഭാഗം കൊണ്ടാണ് ജസ്റ്റ് കട്ട് ചെയ്തത്. എന്താ കൈൻ്റെ ഈ ഭാഗം കൊണ്ടാണ് ആക്കുന്നത്. ഒന്ന് വലുതാക്കുകയാണ്. വേണം നമുക്ക് അടിക്കാം.
റെഡി ആവുന്നുണ്ട്. പോയി സാറില്ലേ ഇത്ര മതി, ഇനി ഇവിടെ നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ സംഭവം അടിച്ചിട്ട് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കത്തി കൊണ്ട് വരയാണ് സംഭവം ലെയർ പോലെ കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ചപ്പാത്തി പോലെ കൊണ്ട് പരത്താം. ഇപ്പോൾ ലെയർ ഓരോന്നോരോന്ന് എടുത്തിട്ട് അങ്ങനെ വയ്ക്കുകയാണ്. നമ്മളത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതാ ഇങ്ങനെ ഉരുളിലേക്ക് എടുക്കാണ്. രണ്ടാമത്തെ ട്രിപ്പാണ് ഷെഫ്. ഒന്നും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഫ്രൈ ആക്കാൻ ഇതാ സബോളയും വേപ്പിലിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ് ഇട്ടുണ്ട്. ഇതിന്റെ പച്ചമണം പോകുന്ന വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഒരു പച്ചമണം ഉണ്ടായിരിക്കും, ആ സ്മെല്ല് മാറുന്ന വരെ ആക്കണം. പറയും ആർക്കും പറഞ്ഞോ. മൂന്ന് സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇല്ലേ, മല്ലിപ്പൊടി 3 സ്പൂൺ മസാല മസാല 1 സ്പൂൺ പഞ്ചസാര ടേസ്റ്റ് കിട്ടാൻ.
സംഭവം വെട്ടി ഫ്രൈ ചെയ്ത ചിക്കനാണ്. കയ്യിൽ വെച്ചോളൂ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളം. നമ്മുടെ പൊറോട്ട അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട പരത്താണ്. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി, അധികം കനം കുറക്കണ്ട. അമ്മ ഇന്നും പൊറോട്ട തിന്നിറങ്ങാം കേട്ടോ. പൊറോട്ട നല്ല എയറായിട്ടുള്ള അടിയാണ്. ലെയറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ദാ ഓക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ കൊതിയുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് എടുക്കാം. ഓക്കെ ഇതാ അയച്ചോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ചിക്കൻ കഷ്ണം എടുക്കുക. സംഭവം സൂപ്പറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.